ഈ പറയുന്ന മാത്യു കൊല്ലപ്പള്ളി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒന്നാം പ്രതിയുടെ പേര്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെയുള്ള ചില പോലീസ് സ്റ്റേഷൻ ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട്ട് സംസാരിച്ചു. എന്തോ യഥാർത്ഥ സംഭവം, അയാൾക്കിത് ഈ സ്റ്റോറിയുടെ കാര്യം. അപ്പം അവർ കൃത്യമായിട്ട് പറഞ്ഞ് അയാളുടെ ഭാര്യയുടെ ആത്മഹത്യയിൽ പോലീസ് വലിയ രീതിയിൽ അന്വേഷണം നടത്തി. അവർക്കൊരു ഒന്നും, കാരണം ഇയാൾ അതിൻ്റെ അത് നിഷ്പക്ഷനാണ്. കാരണം അയാളുടെ ഈ SH സെക്രട്ടേറിയറ്റ് കോളേജിലാണ് ഈ പഠിച്ചത്. ഞാൻ പറയുന്നത് 100% സത്യമാണ്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കി മറ്റു പലരോടും കൺഫേം ചെയ്തിട്ടായി പറയുന്നത്. അത് വരുന്ന അവിടെ KSUകാരനായിട്ടാണ് വരുന്നത്. പിന്നീട് അയാൾ SFIക്കാരനായി. ഇയാൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അയാളുടെ സ്കൂളിലെങ്ങാണ്ട് പഠിച്ചൊരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായി. ആ പെൺകുട്ടിയെ നാട്ടുകാരും വീട്ടുകാരും ഇയാളുടെ വീട്ടുകാരും ഒക്കെ എതിർത്തിട്ട് അയാൾ കല്യാണം കഴിച്ചു. ഈ പെൺകുട്ടി ഏകദേശം 12ഓളം പ്രാവശ്യം സൈക്കിയാട്രിക് ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒഫീഷ്യൽ കേരള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനാണ്. ഏതായാലും മെഡിക്കൽ സംഭവം ഈ പറയുന്ന ഇത്രയും ഈ പെൺകുട്ടിക്ക് പല അസുഖങ്ങളുണ്ട്, വിഷാദരോഗം, 10ഓളം പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് സൂയിസൈഡ് ചെയ്യാൻ, 10-13 പ്രാവശ്യം. അപ്പൊ എല്ലാരും പറഞ്ഞിട്ട് ആൾക്കാരും മാറ്റിയിട്ട് ഒരു രോഗിയെയാണ് ഈ പയ്യൻ കെട്ടുന്നത്. അതാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പൊ അവനെ വളരെ മോശമായിട്ട് താറടിക്കുമ്പോൾ അവനത് ചെയ്തു. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ സിസ്റ്റം അറിയാം, ഇന്ത്യൻ കോർട്ട് അറിയാം, ഇങ്ങനൊരു ഡിഫാമേഷൻ കേസ് ഇതൊക്കെ എങ്ങനെ പോകും.